രഞ്ജിത്ത്, എന്തായിരിക്കും BDJSന്റെ ഒരു തീരുമാനം? ഒറ്റ തീരുമാനത്തിൽ എത്തുമോ പെട്ടെന്ന് തന്നെ? ഈ കൂടുതൽ പ്രഥമ പരിഗണന ഗിരീഷ് മേക്കാടിനാണ് അല്ലേ? രോഷ്നി, ഇക്കാര്യത്തിൽ മത്സരിക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. അതിനുശേഷമാണല്ലോ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കുന്നത്. ഇവിടെ BJP നേരത്തെ ഇത്തരമൊരു കൺഫ്യൂഷനിലായിരുന്നു, ആശയക്കുഴപ്പത്തിലായിരുന്നു. BJP മത്സരിക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ. അങ്ങനെ BJPയിൽ കോർ കമ്മിറ്റി യോഗത്തിൽ മത്സരിക്കേണ്ടതില്ല എന്നൊരു തീരുമാനമാണ് വന്നത്. പക്ഷേ പിന്നീട് പൂർണ്ണമായും അങ്ങനെ ഒരു മണ്ഡലം ഒഴിച്ചിട്ടാൽ സംഭവിക്കാവുന്ന രാഷ്ട്രീയമായ പ്രത്യാഘാതങ്ങളൊക്കെ ഓർത്ത് ഈ മണ്ഡലത്തിൽ നേരത്തെ മത്സരിച്ചിട്ടുള്ള, അതായത് 2016 മത്സരിച്ചിട്ടുള്ള BDJSുമായി ചർച്ച നടത്തി. BDJS മത്സരിക്കാൻ താല്പര്യമുണ്ടോ എന്ന് അന്വേഷിച്ചു. BDJS പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യാൻ വേണ്ടി ഒരു യോഗം വിളിച്ചു. ഇന്നലെ രാത്രി ഓൺലൈൻ യോഗം ചേർന്നു. ആ ഓൺലൈൻ യോഗത്തിലും രണ്ട് അഭിപ്രായമായിരുന്നു. BJPയിൽ ഉണ്ടായതുപോലെ തന്നെ ഈ മത്സരിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ലാത്ത മണ്ഡലത്തിൽ പണവും അധ്വാനവും ഒക്കെ ചെലവാക്കുന്നതിന് പകരം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതാണ് നല്ലത് എന്നൊരു വിഭാഗം ആവശ്യപ്പെട്ടു. എന്നാൽ മറുവിഭാഗം ഇത്തരത്തിൽ മത്സരിക്കാം എന്ന അഭിപ്രായപ്പെട്ട വിഭാഗവും ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും BDJSന്റെ തീരുമാനം അന്തിമമായി എടുത്തിട്ടില്ല. അത് എടുക്കാൻ വേണ്ടി തുഷാർ വെള്ളാപ്പള്ളിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അടുത്ത ദിവസം ചേരുന്ന NDA യോഗത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. BDJS മത്സരിക്കുന്നുണ്ടെങ്കിൽ 2016 മത്സരിച്ച അറിയാൻ കഴിയും. VS രഞ്ജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്.